ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പിസ്സ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ. ഇതുപോലെ കീമ രൂപത്തിലാക്കിയിട്ട് അരച്ചതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, ആവശ്യത്തിന് ഉപ്പും ഓറിഗാനോയും ചേർത്ത് നല്ലപോലെ കുഴച്ച് റെഡിയാക്കണം. അങ്ങനെ കുഴച്ചതിന് ശേഷം 1/4 മണിക്കൂർ മൂടി വെക്കുന്നുണ്ട്. പൊത്തിവെച്ച് അത് നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി വഴറ്റിയെടുക്കാം. അതിനുള്ള മസാലക്കാണ്. അങ്ങനെ ഇതിലേക്ക് 2 ഉള്ളിയും മീഡിയം സൈസ് ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും, ഒരു മുറി ക്യാപ്സിക്കും, ഒരു ചെറിയ തക്കാളിയും എല്ലാം മിക്സായി ഇട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ ചോളാൻ പൂങ്ങി വെച്ചതുകൊണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. അത് വയ്യെ എല്ലാം വാട്ടി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ എല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് മോസറല്ല ചീസ് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് പിസ്സ സോസും 2 ടേബിൾ സ്പൂൺ പിസ്സ സോസും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ മസാലക്കൂട്ടാണ്. നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും ക്യാപ്സിക്കം അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ അതും ഇട്ട് നല്ലപോലെ റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നേരത്തെ മൂടി വെച്ചത് നമുക്ക് എടുക്കാം. ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കണം. എനിക്ക് ഓരോ ബോൾസിൻ്റെ രൂപത്തിലാക്കിയിട്ട് എടുക്കണം. അങ്ങനെ എടുത്ത് കൈകളിൽ പരത്തി അതിനുള്ളിൽ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ ഇതിനുള്ളിലായി അത് വെച്ച് ഒരു സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുത്ത് ബോൾസാക്കിയിട്ട് എടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം ഇതുപോലെ ബോൾസാക്കി തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇതിനുള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുക്കാനുള്ള മൈദ ഒരു പാത്രത്തിൽ കലക്കിയിട്ടുണ്ട്. ലൂസാക്കിയിട്ട് കലക്കണം. നല്ലോണം കട്ടിയല്ല, നല്ലോണം ലൂസും അല്ല. ആവശ്യത്തിന് നമുക്ക് മുക്കുന്ന ആവശ്യത്തിന് എടുത്താൽ മതി. ഇതിന് കണക്കൊന്നും വേണ്ട. അങ്ങനെ ഇതുപോലെ മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ബോൾസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. തീ നല്ലോണം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചാൽ മതി. അങ്ങനെ ഇതിലേക്ക് ഇട്ടെല്ലാം പൊരിച്ചെടുത്ത് റെഡിയാക്കാം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് പൊരിഞ്ഞ് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് വേവിക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ എല്ലാം നല്ല തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അങ്ങനെ പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.